ഒരു പെൺകുട്ടിയുടെ റെസ്പെക്ട് നഷ്ടപ്പെട്ടാൽ അത് അവളെ മാത്രമല്ല, നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഈ 3 തെറ്റുകൾ തുടരുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഒരിക്കലും റെസ്പെക്ട് തോന്നില്ല. ശ്രദ്ധിച്ചു കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 1, കൺഫ്യൂസിംഗ് അപ്രൂവൽ സീക്കിംഗ് വിത്ത് അഡ്വൈസ് സീക്കിംഗ്. പെൺകുട്ടികൾക്ക് സഹായിക്കാൻ ഇഷ്ടമാണ്. അവരോടൊരു അഡ്വൈസ് ചോദിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഭൂരിഭാഗം ആണുങ്ങളും അത് ചോദിക്കുന്നതെങ്ങനെയെന്നോ, ഞാൻ കൂട്ടുകാരുടെ കൂടെ പുറത്തുപോക്കോട്ടെ, ഞാൻ ഈ ജോലി സ്വീകരിക്കണോ? ഇത് കേൾക്കുമ്പോൾ അഡ്വൈസ് ചോദിക്കുന്നത് പോലെയുണ്ട്. പക്ഷെ ശരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഇതാണ്: നിനക്ക് കുഴപ്പമില്ലല്ലോ, നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? അവളുടെ റിയാക്ഷൻ പേടിച്ചാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അവൾക്ക് തോന്നിയാൽ ആ നിമിഷം അവൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് പോകും. അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിക്കുമായിരിക്കും, പക്ഷെ അവളുടെ മനസ്സിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത, അനുവാദം കാത്തു നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. അവൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ലീഡർഷിപ്പ് അവൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ റൂൾ ഓർത്തുവെക്കുക: അവളുടെ കാഴ്ചപ്പാടറിയാൻ വേണ്ടി മാത്രം അഡ്വൈസ് ചോദിക്കുക, അല്ലാതെ പെർമിഷന് വേണ്ടിയല്ല. ഇനി രണ്ടുപേരും ചേർന്നുള്ള തീരുമാനങ്ങളാണെങ്കിലോ? ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. നിങ്ങൾ പറയുന്നു, നമുക്ക് സിനിമയ്ക്ക് പോകാം. അവൾ പറയുന്നു, വേണ്ട, നമുക്ക് പാർക്കിലിരിക്കാം. നിങ്ങൾ ഉടനെ പറയുന്നു, ശരി, എന്നാൽ പാർക്കിലിരിക്കാം. അവൾ ഹാപ്പിയായിരിക്കും, പക്ഷെ അവൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് പോയി. അവിടെ അവളാണ് ലീഡറായത്. ഇവിടെ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ അത് പറയുക: ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്. നിനക്ക് പാർക്കിൽ പോകണമെങ്കിൽ പോയിക്കോ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. തുടക്കത്തിൽ അവൾക്ക് ദേഷ്യം വന്നേക്കാം, പക്ഷെ ക്രമേണ അവൾ നിങ്ങളുടെ തീരുമാനം അംഗീകരിക്കും. കാരണം സ്ത്രീകൾക്ക് വേണ്ടത് ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒരു പുരുഷനെയാണ്. നിങ്ങളുടെ ജോലി വളയുക എന്നതല്ല, നിവർന്നു നിൽക്കുക എന്നതാണ്. മിസ്റ്റേക്ക് നമ്പർ 2, സെൻഡിംഗ് ദ മെസ്സേജ് ദാറ്റ് യു എക്സ്പെക്ട് റിജക്ഷൻ. അവൾ റിപ്ലൈ തരുന്നില്ല, അവൾ വേറൊരുത്തന്റെ കൂടെ ഫോട്ടോ ഇടുന്നു, അവൾ കുറച്ച് ബിസിയാണെന്ന് തോന്നുന്നു. അപ്പോ തന്നെ നിങ്ങൾ പാനിക്കാകും. എന്താ റിപ്ലൈ തരാത്തത് എന്ന് ചോദിക്കും. ഓവറായി ചിന്തിക്കും. ഇത് അവളോട് പറയുന്നതൊരൊറ്റ കാര്യമാണ്: എന്നെ ഒഴിവാക്കുമോ എന്നെനിക്ക് പേടിയുണ്ട്. ഈ ഗോൾഡൻ റൂൾ മറക്കരുത്. എല്ലാ പെൺകുട്ടികളും തുടക്കത്തിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത പോലെ അഭിനയിക്കും. എന്തിനാണെന്നോ? നിങ്ങളുടെ കോൺഫിഡൻസ് ടെസ്റ്റ് ചെയ്യാൻ. അവൾക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും, പക്ഷെ അവളത് പുറത്തു കാണിക്കില്ല. അവൾ മെസ്സേജ് അയക്കാൻ വൈകും, വേറെ ആണുങ്ങളുടെ കാര്യം സംസാരിക്കും. ഇതൊക്കെ നിങ്ങൾ കുലുങ്ങുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്താൽ നിങ്ങളുടെ വാല്യൂ അവിടെ തീർന്നു. അതുകൊണ്ട് അവൾ അകലം പാലിക്കുമ്പോൾ ഓർക്കുക: ഇവൾ എന്റെ കോൺഫിഡൻസ് ടെസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നോർമലായി പെരുമാറുക. ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യരുത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക: അവൾ ഈ ടെസ്റ്റ് ഓവറാക്കുകയാണെങ്കിൽ, നുണ പറയുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോവുക. ടോക്സിക്കായ സ്ത്രീകളെ സഹിക്കുന്നതല്ല വിജയം, അവരെ എന്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ് വിജയം. നിങ്ങളുടെ ആഗ്രഹമല്ല, നിങ്ങളുടെ വ്യക്തിത്വമാണ് ആളുകളെ ആകർഷിക്കുന്നത്. മിസ്റ്റേക്ക് നമ്പർ 3, ലീനിങ് ഓൺ എ വുമൺ ഇമോഷണലി ബിഫോർ ഷീ റെസ്പെക്ട്സ് യു. മനസ്സ് തുറക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് അവൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം. തുടക്കത്തിൽ തന്നെ നിങ്ങൾ കരഞ്ഞു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്കത് വീക്ക്നെസ് ആയിട്ടേ തോന്നൂ. ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ ഡേറ്റിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ അവൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അവളോട് പറഞ്ഞു. അവൾക്ക് ആദ്യം വിഷമം തോന്നി, പക്ഷെ അവൾക്ക് അവനിലെ ശക്തി കാണാൻ പറ്റിയിരുന്നില്ല. പിന്നീട് അവൾ അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവനത് അനുസരിച്ചു. അതോടെ അവൾ അവനെ ഇട്ടിട്ട് പോയി. അവൻ കരഞ്ഞതുകൊണ്ടല്ല അവൾ പോയത്, മറിച്ച് തന്റെ ശക്തി തെളിയിക്കുന്നതിനു മുൻപേ അവൻ തളർന്നു പോയതുകൊണ്ടാണ്. ലെസൺ ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ കേൾക്കാൻ അവൾക്ക് കെൽപ്പുണ്ടാകണമെങ്കിൽ ആദ്യം അവൾക്ക് നിങ്ങളുടെ ശക്തിയിൽ വിശ്വാസം വരണം. അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളൊരു ഭാരമാകും. ഒരു ഹൈ ക്വാളിറ്റി വുമൺ ഏത് കഷ്ടപ്പാടിലും കൂടെ നിൽക്കും, പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തവനെ ചുമക്കാൻ ആരും വരില്ല. ഇതൊക്കെ കേട്ടിട്ടും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നവരോട് ഐ റെസ്പെക്ട് യു. സ്റ്റേ ഷാർപ്പ്. അടുത്ത വീഡിയോയിൽ കാണാം.